അയ്യോ ഒന്നുമില്ലല്ലോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയാണെങ്കിലും ഒത്തിരിയധികം ഇഷ്ടപ്പെടുന്നൊരു യാത്ര. ഞങ്ങൾ കൊല്ലം കടവൂർ എന്ന സ്ഥലത്താണ് ഉള്ളത്. ആത്മാർത്ഥത നമ്മളൊരു ചേട്ടൻ. ഓക്കെ, ചേട്ടൻ്റെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് ഹെൻറി. നമ്മൾ ഹെൻറി ചേട്ടൻ്റെ ബോട്ടിൽ ഒന്ന് ചുറ്റിയിട്ട് വരാനായിട്ടുള്ള ശ്രമത്തിലാണ്. ട്രിവാൻഡ്രത്തു നിന്നാണ് ഞങ്ങളുടെ വരവെന്നറിഞ്ഞപ്പോഴേക്കും ഹെൻറി ചേട്ടന് കഥകൾ പറയാൻ കുറച്ചുകൂടെ തിടുക്കമായി. പിന്നീട് കായൽപ്പരപ്പിൻ്റെ വർണ്ണനകളായി. ഈ കടത്തിന് പരസ്യങ്ങളോ പരസ്യ പ്രചാരണങ്ങളോ ഇല്ലാത്തതിനാൽ വീഡിയോയുടെ അവസാനം ഇവിടെ എത്തിപ്പെടാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ചേർത്ത് വയ്ക്കാം. കൊല്ലത്തോട്ട് വന്നതാണ്, പ്രതീക്ഷിക്കാതൊരു യാത്ര. അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും നമ്മുടെ ഈ വള്ളം ഓടിക്കുന്ന ഹെൻറി ചേട്ടൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ചുറ്റിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അഷ്ടമുടിക്കായൽ ഒരു ചുറ്റലാവാമെന്ന് വിചാരിച്ചു നമ്മളങ്ങ് ഇറങ്ങിയതാണ്. നല്ല കായൽ കാഴ്ചകൾ കണ്ട് നല്ല ഓളപ്പരപ്പിലൂടെ ഒരു യാത്ര. എന്തൊരു ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിക്കേ. ഇത് ഇരണ്ട അല്ലെങ്കിൽ കുളക്കാക്ക എന്ന് പറയുന്ന പക്ഷിയാണ്. കൊല്ലം മിൽമ. ഇത് കൊല്ലം മിൽമ ഡയറി ഫാക്ടറിയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഡയറി ഫാക്ടറി ആണെങ്കിലും അവിടുത്തെ എല്ലാ വേസ്റ്റ് പ്രോഡക്റ്റും ഇവിടോട്ട് ഡംപ് ചെയ്യുന്നത് കാഴ്ചകൾ കാണാം. കായലിലോട്ട് തന്നെ ഖരമാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം കൊല്ലം മിൽമയും കൂടെ ഡംപ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു വിഷമം. അധികാരികൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കായൽപ്പരപ്പാണെങ്കിലും ഒത്തിരി വേസ്റ്റും കുപ്പികളും എല്ലാം ഇതിനകത്തോട് ഡംപ് ചെയ്യുന്നുണ്ട്. ദയവായി ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളാണ് നമ്മളെ ഈ കായൽ പ്രദേശങ്ങളെല്ലാം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ മലിനമാക്കിക്കൊണ്ടിരുന്നാൽ ജീവജാലങ്ങൾക്ക് ദോഷമാണ്. അതുപോലെ തന്നെ ഭംഗിയായിട്ട് ആസ്വദിക്കാനായിട്ട് വരുന്ന ആൾക്കാർക്കും അത് ഡിസ്റ്റർബൻസാണ്. ദയവായിട്ട് അതൊന്ന് പരിഗണിക്കണം. എല്ലാവരും പരിഗണിക്കണം. ഈവൻലി നമ്മൾ റെസ്പോൺസിബിളാണ് എല്ലാവരും. ദയവായിട്ട് ഇതിനകത്തോട്ട് ഡംപ് ചെയ്യരുത്. ഗവൺമെൻറ് അതോറിറ്റീസ് ഇതിനകത്ത് എതിരെ കറക്റ്റായിട്ട് കർശനമായിട്ട് നടപടി കൊണ്ടുവരണം. കായൽ പരപ്പിൽ നിന്നുള്ള ഈ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് പാവപ്പെട്ടവർക്ക് ഒരു ജോലി സാധ്യതയും കൂടിയാണ്. അതും കൂടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ കായൽ പരപ്പിൽ നിന്ന് ഈ വേസ്റ്റ് മാറ്റി കളക്ട് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് രീതിയിൽ തരംതിരിച്ച് ഡംപ് ചെയ്യണം. പാലിൻ്റെ കവറും കുപ്പിയും എല്ലാം വലിച്ചെറിയുന്നുണ്ട്. അത് വളരെ ദയനീയമായ സിറ്റുവേഷനാണ്. പായയുടെ വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്യുന്നത് നമ്മുടെ കായലിലാണ്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫിഷിങ്ങിനായിട്ട് പോകുന്ന ബോട്ടുകളാണ്. കുറേ അധികം 2 ആഴ്ചയ്ക്കും 10 ദിവസത്തിലൊരിക്കൽ പണിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ബോട്ടുകളാണ്. ഇവിടെ നിന്ന് തന്നെ കരയിൽ നിന്ന് തന്നെ അവർ ഐസ് ലോഡ് ചെയ്തിട്ട് അവർ കടലിലോട്ട് പോകുമായിരിക്കും. അവർ ഈ കായൽപ്പരപ്പിലായിരിക്കും അവരുടെ ബോട്ട് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കടലിലോട്ട് അവർക്ക് അക്സസ് നല്ല കൂടുതലാണ്. പോരാത്തതിന് തിരയും കുറവായതിനാലാണ് ഈ കായൽപ്പരപ്പിൽ അവർ ബോട്ട് പാർക്ക് ചെയ്യുന്നത്. എന്തോരം വലിയ ബോട്ടുകളാണ് നോക്കിക്കേ. മുതലാളി ദിശ കാണിക്കാനായിട്ട് നമുക്ക് പണ്ട് കാലത്ത് ഒരു വിളക്ക് മരം ഉണ്ടായിരുന്നു മുമ്പ്. അതിന് പകരമായിട്ട് അതിൻ്റെ ആദര സൂചകമായിട്ട് ഇപ്പോഴായിട്ട് പുനർനിർമ്മിച്ചതാണ് ഈ വിളക്കമ്മ പ്രതിമ. വിളക്കമ്മ എന്നാണ് പറയുന്നത്, ഒരു രൂപം. അയ്യോ ഒന്നുമില്ലല്ലോ. ഇതൊരു എസ്റ്റേറ്റ് ആണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇതുണ്ടോ ബോട്ടിൽ കവർ കുരുങ്ങിയതാണ്. ഇതുപോലത്തെ ഉള്ള ആൾക്കാരാണ് ഈ കവറെല്ലാം വലിച്ചെറിഞ്ഞ് ഇങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ടാകുന്നത്.
ജോലി ചെയ്യുന്നവർക്കും തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ദയവായിട്ട് ബുദ്ധിമുട്ടി വലക്കാർ അനുഭവിക്കുന്നു. വല കയറി മീൻ കിട്ടുകയില്ല, വല കീറുകയും ചെയ്യും വെയിറ്റ് കാരണം. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യരുത്. അതെ, വലിയ കാറ്റ്, അതുകൊണ്ട് വലിയ മഴയൊക്കെ പോകുമ്പോൾ അങ്ങ് ദൂരെ കാണുന്നത് KSRTC തന്നെ സി അഷ്ടമി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൺട്രോതുരുത്ത് വരെ പോകുന്ന ഒരു സി പ്രോഗ്രാമാണ്. നമുക്ക് കൊല്ലത്തുനിന്ന് അതിൻ്റെ ബുക്കിംഗ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോട്ടൽ റാവിസ് ആണ്. ഇറ്റ്സ് റിയലി നൈസ് വ്യൂ. ഇത് കായൽക്കരയിലുള്ള ടിപ്പിക്കൽ കായൽ ജീവിതങ്ങളാണ്. വലയിലുള്ള കുരുക്കെല്ലാം മാറ്റി കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇത് കൊല്ലം കടവൂർ എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ്. സെൻറ്റ് കാശ്മീർസ് ലാറ്ററിക് കാത്തലിക് ചർച്ചിൻ്റെ പുറകു വശത്തു കൂടെയാണ് ഞങ്ങൾ ഈ കടവിലേക്ക് എത്തിച്ചേർന്നത്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. 150 രൂപയ്ക്ക് എന്തുകൊണ്ടും വളരെ വെർത്തായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. കായൽ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ കടവിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.